മൈൻഡ് സെറ്റ് ദ ന്യൂ സൈക്കോളജി ഓഫ് സക്സസ്. കാൾ ഡ്യൂക്ക് ഈ പുസ്തകത്തിലൂടെ മനുഷ്യ മനോഭാവങ്ങളെക്കുറിച്ച് വിവരിക്കുന്നു. ഒരു മനുഷ്യൻ്റെ വിജയവും പരാജയവും നിർണ്ണയിക്കുന്നത് അവൻ്റെ ബുദ്ധിയോ കഴിവോ മാത്രമല്ല, മനോഭാവം കൂടിയാണെന്ന് ഈ പുസ്തകത്തിലൂടെ കാൾ ഡ്യൂക്ക് പറയുന്നു. ഒന്നാമതായി, ഫിക്സ്ഡ് മൈൻഡ് സെറ്റ് അഥവാ സ്ഥിരമായ മനോഭാവമുള്ളവർ. ഇത്തരക്കാർ കഴിവും ബുദ്ധിയും ജന്മനാ ലഭിക്കുന്നതാണെന്നും അത് മാറ്റിയെടുക്കാനും മികച്ചതാക്കാനും കഴിയില്ലെന്നും വിശ്വസിക്കുന്നു. വിജയിക്കുക വഴി തങ്ങൾ മിടുക്കരാണെന്ന് തെളിയിക്കാൻ ഇവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. പരാജയത്തെ വ്യക്തിപരമായ തോൽവിയായി ഇവർ കാണുന്നു. സ്വയം കഴിവുകെട്ടവരാണെന്നതിൻ്റെ തെളിവായി ഇവരതിനെ കണക്കാക്കുകയും ചെയ്യുന്നു. മാത്രമല്ല, തോൽവി പേടിച്ച് ഇവർ പുതിയ വെല്ലുവിളികളിൽ നിന്ന് ഒളിച്ചോടുന്നു. മറ്റുള്ളവരുടെ വിമർശനങ്ങളെ വ്യക്തിപരമായ ആക്രമണമായി കണ്ട് പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നു. മറ്റുള്ളവരുടെ വിജയത്തിൽ ഇവർക്ക് അസൂയയോ ഭീഷണിയോ ഒക്കെ തോന്നുകയും ചെയ്യാം. കുട്ടികളെയോ സഹപ്രവർത്തകരെയോ ബുദ്ധിസാമർഥ്യത്തെയോർത്ത് പ്രശംസിക്കരുത്. അത് അവരെ ഫിക്സ്ഡ് മൈൻഡ് സെറ്റിലേക്ക് നയിക്കും. പകരം അവർ ആ ലക്ഷ്യത്തിനായി എടുത്ത ശ്രമങ്ങളെയും ഉപയോഗിച്ച രീതികളെയും പ്രശംസിക്കുക. രണ്ടാമതായി, ഗ്രോത്ത് മൈൻഡ് സെറ്റ് അഥവാ വളർച്ചാ മനോഭാവമുള്ളവർ. കഠിനാധ്വാനം, പരിശീലനം, ശരിയായ മാർഗനിർദ്ദേശം എന്നിവയിലൂടെ ബുദ്ധിയും കഴിവുകളും വർദ്ധിപ്പിക്കാൻ കഴിയുമെന്ന് ഇവർ വിശ്വസിക്കുന്നു. പരാജയങ്ങളെ തെറ്റുകൾ തിരുത്താനും സ്വയം വളരാനുമുള്ള പടവുകളായും ഇവർ മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നു. കഴിവുകളെ ഉണർത്താനും ലക്ഷ്യത്തിലെത്താനുമുള്ള ഒരേയൊരു മാർഗം കഠിനാധ്വാനമാണെന്ന് ഇവർ വിശ്വസിക്കുന്നു. വെല്ലുവിളികളെ ആവേശത്തോടെ സ്വീകരിച്ച് നെഗറ്റീവ് വിമർശനങ്ങളിൽ നിന്നുപോലും ആവശ്യമായ കാര്യങ്ങൾ പഠിച്ചെടുക്കുകയും ചെയ്യുന്നു. മറ്റുള്ളവരുടെ വിജയത്തിൽ നിന്ന് ഇവർ പ്രചോദനവും പാഠങ്ങളും ഉൾക്കൊണ്ട് മുന്നോട്ടു പോകുന്നു. നമ്മുടെ മനോഭാവം ഏതാണെന്ന് തിരിച്ചറിഞ്ഞാൽ അത് ബോധപൂർവം മാറ്റിയെടുക്കാൻ കഴിയുന്നതേയുള്ളൂ. ഒരു കാര്യം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എനിക്കതിന് കഴിയില്ല എന്ന് പറയുന്നതിന് പകരം ഞാനത് ഇതുവരെ പഠിച്ചിട്ടില്ല എന്ന് ചിന്തിക്കാൻ തുടങ്ങുന്നതാണ് പുതിയ നല്ല മനോഭാവത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നതിൻ്റെ തുടക്കം. ഒരു ഫിക്സ്ഡ് മൈൻഡ് സെറ്റിൽ നിന്ന് ഗ്രോത്ത് മൈൻഡ് സെറ്റിലേക്ക് മാറുന്നത് ഒറ്റ ദിവസം കൊണ്ട് സംഭവിക്കുന്ന ഒന്നല്ല. ബോധപൂർവമായ ചില ശ്രമങ്ങളിലൂടെ നമുക്ക് തെറ്റായ ചിന്താഗതികളെ പതിയെ പൂർണ്ണമായും മാറ്റിയെടുക്കാൻ കഴിയും. ഉദാഹരണത്തിന്, ഒരു വെല്ലുവിളി വരുമ്പോൾ നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് എന്ത് പറയുന്നു എന്ന് ശ്രദ്ധിക്കുക. ഇത് നിന്നെക്കൊണ്ട് പറ്റില്ല, തോറ്റുപോയാൽ നാണക്കേടാണ്, നിനക്കതിനുള്ള കഴിവില്ല എന്നൊക്കെ നിങ്ങളുടെ മനസ്സ് മന്ത്രിക്കുന്നുവെങ്കിൽ അത് നിങ്ങളുടെ ഫിക്സ്ഡ് മൈൻഡ് സെറ്റിൻ്റെ ശബ്ദമാണ്. ആ ശബ്ദത്തെ ആദ്യം തിരിച്ചറിയുക. അതിനോട് ഗ്രോത്ത് മൈൻഡ് സെറ്റ് ശബ്ദത്തിൽ മറുപടി നൽകുക. പോസിറ്റീവായി തർക്കിച്ചുകൊണ്ടേയിരിക്കുക. ഇപ്പോൾ എനിക്കിതിന് അറിയില്ലായിരിക്കും, പക്ഷേ ശ്രമിച്ചാൽ പഠിച്ചെടുക്കാം, അഥവാ തോറ്റാൽ നല്ലൊരു അനുഭവം പഠിക്കുകയും ചെയ്യാമെന്ന രീതിയിൽ. ഒരു കാര്യം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞാനത് ഇതുവരെ പഠിച്ചെടുത്തിട്ടില്ല എന്ന് സ്വയം പറയുക. ഈ ഒരു ചെറിയ വാക്ക് നിങ്ങളുടെ തലച്ചോറിന് വീണ്ടും ശ്രമിക്കാനുള്ള വലിയൊരു ഊർജം നൽകും. ഇവിടെ എനിക്കെങ്ങനെയാണ് തെറ്റുപറ്റിയത്, അടുത്ത തവണ കൂടുതൽ നന്നായി ചെയ്യാൻ ഞാൻ എന്ത് മാറ്റം വരുത്തണം തുടങ്ങിയ ചോദ്യങ്ങൾ സ്വയം ചോദിക്കുക. തോൽവി എന്നത് കഴിവിലെ കുറവല്ല, മറിച്ച് മാറ്റേണ്ട തന്ത്രങ്ങളുടെ കുറവാണെന്നത് മനസ്സിലാക്കുക. ജയിച്ചോ തോറ്റോ എന്ന ഫലത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കാതിരിക്കുക. അതിനായി നിങ്ങൾ എത്രത്തോളം കഠിനാധ്വാനം ചെയ്തു, എന്തെല്ലാം പുതിയ കാര്യങ്ങൾ പഠിച്ചു എന്ന പ്രക്രിയയെ ആസ്വദിക്കാൻ പഠിക്കുക. കഠിനാധ്വാനത്തെയും ശ്രമങ്ങളെയും സ്വയം മനസ്സിൽ പ്രശംസിക്കുക. എളുപ്പമുള്ള, എപ്പോഴും ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ടിരുന്നാൽ മനോഭാവം മാറില്ല. ബുദ്ധിമുട്ടുള്ളതും പുതിയതുമായ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. തെറ്റുകൾ വരുത്താൻ ഭയപ്പെടാതിരിക്കുക. കാരണം തെറ്റുകൾ വരുത്തുമ്പോഴാണ് നമ്മുടെ തലച്ചോറിലെ കോശങ്ങൾ കൂടുതൽ ശക്തമാകുന്നത്. മൈൻഡ് സെറ്റ് ദ ന്യൂ സൈക്കോളജി ഓഫ് സക്സസ് എന്ന
കാൾ ഡ്യൂക്കിൻ്റെ ഈ ഒരു പുസ്തകം ഫിക്സ്ഡ് മൈൻഡ് സെറ്റിൽ നിന്നും ഗ്രോത്ത് മൈൻഡ് സെറ്റിലേക്ക് മാറാൻ ഏറെ പ്രചോദനം തന്നെയായിരിക്കും.